എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ സജീവമാണ്. കേരളത്തിൽ വലിയ വാശിയേറിയ മത്സരമൊന്നുമല്ല എറണാകുളത്ത്. UDFിൻ്റെ ഉരുക്കുകോട്ട എന്ന വിശേഷണമാണ് UDF നേതൃത്വം നൽകുന്നത്. പക്ഷേ ആ ഉരുക്കുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാണ് LDF ഷൈൻ ടീച്ചറെ രംഗത്തിറക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ? ഏതാണ്ട് ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. എങ്ങനെയാണ് പ്രചാരണം? നല്ല രീതിയിൽ പ്രചാരണം പോകുന്നു. ഇവിടെ ഇടതുപക്ഷം നല്ല വിജയം നേടും, മധുരതരമായ വിജയം നേടും. ഞാൻ ആദ്യം ഇത് സൂചിപ്പിച്ചിരുന്നു, ഇടതുപക്ഷം വിജയിക്കും. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം വളരെ ശുഭകരമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു പ്രദേശത്ത് UDFന് ഈ മണ്ഡലം, അതായത് ഈ എറണാകുളം നിയമസഭാ നിയോജക മണ്ഡലം വലിയ തോതിൽ മേൽക്കൈയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, എല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് തൊഴുകയോടുകൂടി ടീച്ചറെ വിജയിപ്പിക്കും, വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിജയം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകും എന്ന വിശ്വാസമാണ്. എറണാകുളത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്? അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടർ TVയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്തിൻ്റെ സമഗ്രമായ വികസനം, അതാണ് ലക്ഷ്യം. സമഗ്രമായ വികസനം, എല്ലാ വിഭാഗം ജനങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്. കടൽ തീരമുണ്ട്, പരമ്പരാഗത വ്യവസായമുണ്ട്, വ്യവസായ മേഖലയുണ്ട്, IT ഉണ്ട്, ഫ്ലാറ്റിൽ ജീവിക്കുന്നവരുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, മാലിന്യമുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മണ്ഡലത്തിൽ വലിയ വികസനം ഒരിടപ്പ് നേരിട്ടുണ്ട് എന്നാണോ? ഞാൻ എൻ്റെ കാര്യമാണ്, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികസന പരിപ്രേക്ഷ്യമാണ് സൂചിപ്പിച്ചത്. ഈ കേരള സ്റ്റോറി എന്ന സിനിമയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഭിന്നത തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലും മനുഷ്യാവകാശങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളിൽ നിന്ന് തന്നെ ഏതാണ്ട് 24ഓളം അവാർഡുകൾ ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ കാര്യത്തിൽ, മികച്ച ഏറ്റവും ആദ്യം ഇൻ്റർനെറ്റ് എല്ലാവർക്കും അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഏറ്റവും മികച്ച രീതിയിൽ സ്ത്രീകളുടെ കുടുംബശ്രീ പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, എല്ലാ തരത്തിലും ഏതാണ്ട് 24ഓളം ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമാധാനപരമായൊരു സംസ്ഥാനം, മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം. പിന്നെ ഈ സംസ്ഥാനത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്നു, ഗൾഫായി കേരളത്തെ കാണുന്നു. നമ്മളൊരു കാലത്ത് ഗൾഫിലേക്ക് ജോലിക്ക് പോയിരുന്നു. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫായി കണ്ടുകൊണ്ട് ആളുകൾ ഇവിടേക്ക് വരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം വേറെ ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് മനുഷ്യൻ കഴിയുന്നു. ഈ അവസാനത്തെ ചോദ്യം, ഈ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി വലിയ ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗുജറാത്തിൽ 2002 മുസ്ലിങ്ങൾ ഇപ്പോഴും മാംസം കഴിക്കുന്നതിൻ്റെ പേരിൽ, അവരുടെ മതത്തിൻ്റെ പേരിൽ ഒക്കെ അന്യവൽക്കരിക്കുന്നു, ശത്രുപക്ഷത്ത് നിൽക്കുന്നു. മണിപ്പൂർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾ. അപ്പോൾ എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷം മാത്രമല്ല, ഭൂരിപക്ഷ മതസമൂഹവും, ദളിത് വിഭാഗം, ആദിവാസികൾ, ഇവരെല്ലാം ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ അടിമകളെ പോലെ കണക്കാക്കുന്നു, മനുഷ്യരായി പോലും പരിഗണിക്കാത്ത സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത്, മനുഷ്യനായി അന്തസ്സോടുകൂടി ജീവിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മക്കൾക്കും, എല്ലാ മനുഷ്യർക്കും, മതം ഏതാകട്ടെ, ജാതി ഏതാകട്ടെ, ലിംഗവ്യത്യാസം എന്താവട്ടെ, എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം. ഈ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള മനുഷ്യൻ്റെ സന്ദേശമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ ഹൃദയപക്ഷത്തോട് ജനം കൂടെ നിൽക്കും. ഏതായാലും പ്രചാരണം മുന്നോട്ട് പോകുന്നു. UDFനെ ഈ തവണ മലർത്തിയടിക്കുമെന്ന പ്രതീക്ഷയാണ്. അട്ടിമറി വിജയം എറണാകുളത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് KJ ഷൈൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.